വിശാഖ നക്ഷത്രക്കാരെ കുറിച്ച് പൊതുവെ എല്ലാവരും പറയുന്നത് ആംബിറ്റിയസ് ആണ്, ഇൻറ്റൻസ് ആണ്, ഡിറ്റർമൈൻഡ് ആണ് എന്നാണ് പറയുന്നത്. പക്ഷേ ആർക്കും അറിയാത്ത ഒരു ഇടൻ ട്രൂത്ത് ഉണ്ട്. നിങ്ങൾക്ക് ഒബ്സഷൻ പവർ വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആസക്തി വളരെ കൂടുതലാണ്. മാർച്ച് മാസം നിങ്ങളെ കുറച്ച് സ്ലോ ആക്കി എല്ലാം ഹോൾഡ് ചെയ്തു. സക്സസ് മാസമാണ് മിക്കവാറും ഏപ്രിൽ നിങ്ങൾക്ക് ഉണ്ടാവുക. പക്ഷെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. ആർക്കും നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാനും പറ്റുകയില്ല. വിശാഖ നക്ഷത്രക്കാരെ കുറിച്ച് എല്ലാവരും പറയുന്നത് ഭയങ്കര ഇൻറ്റൻസ് ആണ്, ഡിറ്റർമിനേഷൻ കൂടുതലാണ്, ആംബിറ്റിയസ് ആണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു ഇടൻ ട്രൂത്ത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒബ്സഷൻ പവർ നല്ല കൂടുതലാണ്. നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്താൽ അത് കംപ്ലീറ്റ് ആക്കുന്നവരെ വിടുകയില്ല. പാതിയിൽ നിങ്ങൾ ഉപേക്ഷിച്ച് പോവാറില്ല. ഫോക്കസ് നല്ല കൂടുതലാണ്, എക്സ്ട്രീം ഫോക്കസ് ആണ്. നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ നന്നായിട്ട് ഇഗ്നോർ ചെയ്യാൻ കഴിയും. ഇപ്പോൾ മൊബൈൽ നോക്കിയിരിക്കലൊന്നും കൂടുതൽ ടൈം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവില്ല. അത് ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയും സുഖമായിട്ട്. നിങ്ങൾക്ക് എപ്പോഴും 2 വഴികൾ കിട്ടും: ഗുഡ്, ബാഡ്, അല്ലെങ്കിൽ സക്സസ്, അല്ലെങ്കിൽ തകർക്കൽ. ഇത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. ഡിറ്റർമിനേഷൻ കൂടുതലാണ്. അതുപോലെ നിങ്ങൾക്ക് ജയിക്കണം എന്നുള്ള ഒരു വാശിയും വെറിയും നല്ല കൂടുതലാണ്. നിങ്ങളെ ആരും തടുക്കാനും കഴിയില്ല. നിങ്ങളുടെ ആഗ്രഹം റിയാലിറ്റി ആക്കാൻ നിങ്ങൾ ഭയങ്കരമായിട്ട് പരിശ്രമിക്കും. മാർച്ച് മാസം വിശാഖ നക്ഷത്രക്കാർക്ക് സ്ലോ ആയിരുന്നു, പ്രഷറും കൂടുതലായിരുന്നു, കരിയറിൽ ഡിലേ ഉണ്ടായിരുന്നു, എഫേർട്ട് ഉണ്ടെങ്കിലും റിസൾട്ട് സ്ലോ ആയിരുന്നു, ഫ്രസ്ട്രേഷൻ കൂടുതലായിരുന്നു. സാമ്പത്തികമാണെങ്കിൽ നോർമൽ തന്നെയാണ്, വലിയ വ്യത്യാസം പക്ഷെ പൈസയൊന്നും കയ്യിൽ ഉണ്ടായിട്ടില്ല. റിലേഷൻഷിപ്പിലാണെങ്കിൽ ഇമോഷണൽ ഇൻറ്റൻസിറ്റി വളരെ കൂടുതലായിരുന്നു, ഫൈറ്റ് കൂടുതലായിരുന്നു, ഡിസ്റ്റൻസ് ഉണ്ടായി, ട്രസ്റ്റ് ഇഷ്യൂ വന്നു. മെൻ്റൽ സ്റ്റേറ്റ് എന്താ വെച്ചാൽ ദേഷ്യം വരുന്നുണ്ട്. ഇതുപോലെ ആസക്തിൻ്റെ വിചാരങ്ങളായിരുന്നു കൂടുതലുണ്ടായിരുന്നു. ഓവർ തിങ്കിങ്ങും നന്നായിട്ടുണ്ടായിരുന്നു. മാർച്ച് നിങ്ങളെ ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. നല്ല ക്ഷമയുണ്ടായിരുന്നു, പക്ഷെ കൺട്രോൾ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് സ്ട്രോങ് പ്രോഗ്രസ് ആണ്. ഗോൾ എന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റും. അതോറിറ്റി എന്തായാലും ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കൺട്രോൾ കിട്ടും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ എന്തായാലും ഇൻകത്തിന് വലിയ വ്യത്യാസമൊന്നും എന്തായാലും ഉണ്ടാവില്ല. വലിയ ഏർണിങ്സ് എന്തായാലും ചാൻസ് ഇല്ലാതില്ല. കുറച്ച് അഗ്രസീവ് ഗ്രോത്താണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ബിസിനസ്സിൽ അതിലൊരു ലാഭം കാണാൻ പറ്റും. വിദ്യ അഭ്യസിക്കുന്നവരാണെങ്കിൽ ഫോക്കസ് നല്ല പീക്കിൽ എത്തും. ഹൈ പെർഫോമൻസ് എന്തായാലും കാഴ്ചവെക്കാൻ പറ്റും. കോമ്പറ്റേറ്റീവ് എക്സാമിൽ സക്സസ് എന്തായാലും ഉണ്ടാവും. റിലേഷൻഷിപ്പിൽ ഏപ്രിലിൽ എന്തായാലും റിലേഷൻഷിപ്പ് ഭയങ്കര ഇൻറ്റൻസ് കൂടുതലായിരിക്കും. പാഷനും ഉണ്ടാവും, എന്തായാലും ഒബ്സഷൻ ഉണ്ടാവും. ചിലർക്ക് ഭയങ്കര ഡീപ്പ് ലവ് ഉണ്ടാവും. ടോക്സിക് അട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും. സ്ട്രോങ് ഇമോഷണൽ ബോണ്ടിങ് ആയിരിക്കും. പഴയ വ്യക്തി തിരിച്ചു വരും. ശ്രദ്ധിക്കണം, ആസക്തി കൺട്രോൾ ചെയ്യുക, ടോക്സിസിറ്റി അവോയ്ഡ് ചെയ്യുക. ബിസിനസ്സിൽ നല്ല ഗ്രോത്ത് കാണുന്നുണ്ട്. കോമ്പറ്റീഷനിൽ നല്ല ഡിസ്ട്രോയ് ചെയ്യാം. അതുകൊണ്ട് ലാഭമൊക്കെ എന്തായാലും ഉണ്ടാവും. ഏപ്രിലിൽ നിങ്ങളുടെ ഈ ആസക്തി കുറച്ചും കൂടി കൂടുകയുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് തന്നെ കൺട്രോൾ ചെയ്യുക. അത് മാനസികമായിട്ട് കൺട്രോൾ ചെയ്യുകയല്ല വേണ്ടത്, ആസക്തി തീർത്തിട്ട് തന്നെ കൺട്രോൾ ചെയ്യുക. എന്നാൽ നിങ്ങൾ കുറച്ച് റിലാക്സ് ആയിരിക്കും. നിങ്ങൾ എടുക്കുന്ന തീരുമാനം തന്നെയാണ് നിങ്ങളുടെ ജീവിതവും തീരുമാനിക്കുക. ആളുകൾ നിങ്ങളെ പേടിക്കുകയും ചെയ്യും, റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യും. നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തവർ നന്നായിട്ട് തന്നെ റിഗ്രറ്റ് ഉണ്ടാവും. ദേഷ്യം കൺട്രോൾ ചെയ്യണം. പ്രതികാരം തീർക്കലും ഒന്ന് അവോയ്ഡ് ചെയ്യണം.